നമസ്കാരം. വ്യാജ വെളിച്ചെണ്ണയെക്കുറിച്ച് ഒരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നതിന് കാരണം ഓണം അടുത്തിരിക്കുന്നു. മനോരമ ന്യൂസ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്രിമമായി നിർമ്മിക്കുന്ന എണ്ണ കൊണ്ടുപോയി ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ കേരള സർക്കാരിൻ്റെ ലാബിൽ അത് ടെസ്റ്റ് ചെയ്താൽ ഇതൊന്നും കറക്റ്റായി മനസ്സിലാകില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഓർക്കണം നമ്മളുടെ സംവിധാനം എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഭക്ഷ്യസുരക്ഷ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. അവിടുത്തെ പൗരന്മാർക്ക് അസുഖമില്ലാതെ ജീവിക്കുന്നത് തന്നെ ഭക്ഷ്യസുരക്ഷയിലാണ്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇതിന് വലിയ കനത്ത ശിക്ഷയാണുള്ളത്. ഈയിടയ്ക്ക് ഞാൻ CMFRAയുടെ സെൻട്രൽ മറൈൻ ഫിഷറീസിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റായ ഡോക്ടർ മധുവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഭക്ഷ്യ എണ്ണയിൽ മായം ചേർക്കുന്നവരെ തൂക്കിക്കൊല്ലണമെന്നാണ്. ഭക്ഷ്യപദാർത്ഥത്തിൽ മായം ചേർക്കുന്നവരെ തൂക്കിക്കൊല്ലുന്ന നിയമം കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം അവർക്ക് അറിയാവുന്നതാണ്. കാരണം ഇന്ത്യയിലെ തന്നെ സീനിയർ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ മധു, സെൻട്രൽ മറൈൻ ഫിഷറീസിലെ. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഇതിൻ്റെ പ്രത്യാഘാതം എത്രമാത്രം വലുതാണ് എന്ന്. അതായത് കേരളത്തിൽ വരുന്ന 99% അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ഭക്ഷ്യ എണ്ണയിൽ കൃത്രിമ ഓയിൽ ചേർത്തിരിക്കുന്നു. അതായത് യൂസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ വരെ ചേർക്കുന്നു ഫിൽട്രേഷൻ ചെയ്ത്. ഇതിനെയൊന്നും പരിശോധിക്കാനുള്ള സിസ്റ്റം കേരളത്തിൽ ഇല്ല എന്നാണ് ഇവരുടെ ലാബിൽ നിന്ന് നേരിട്ട് ഈ റിപ്പോർട്ടറോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളുടെ നാടിൻ്റെ സ്ഥിതി എന്താണെന്ന്. അതായത് നമ്മൾ കഴിക്കുന്ന ഈ ക്രൂഡ് ഓയിൽ പോലെയുള്ള ഭക്ഷ്യ എണ്ണകൾ, അതായത് നമ്മൾ പെട്രോളിനും വണ്ടിക്കും അടിക്കുന്ന പോലെയുള്ള ഓയിലുകൾ സംസ്കരിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മളുടെ ആന്തര അവയവങ്ങൾ എങ്ങനെ നശിച്ചു പോകുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതിനൊരുപാട് ഡിഗ്രി ഒന്നും പഠിക്കേണ്ട, ഒരു ഡോക്ടറോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചു പോവുകയും നമ്മൾ വലിയ രോഗികളായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഓണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷ്യസുരക്ഷയിൽ നിങ്ങളെല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കഴിവതും വെളിച്ചെണ്ണ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. സൺഫ്ലവർ പോലുള്ള ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. അതും റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ വാങ്ങി ഉപയോഗിക്കുക. കേരളത്തിൽ തന്നെ നമ്മൾ ജനകീയമായ പ്രസ്ഥാനങ്ങളാണ് ഇതിനാവശ്യം എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. അതായത് തൃശ്ശൂരിൽ നിന്ന് അമല ഹോസ്പിറ്റൽ കഴിഞ്ഞ അഡാർട്ട് പാഡി ഫാർമേഴ്സിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ ആട്ടി അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ടാങ്കിൽ നിന്നും അളന്നു കൊടുക്കുന്നു ആ സൂപ്പർ മാർക്കറ്റിൽ. ആ സൂപ്പർ മാർക്കറ്റ് ജനകീയമായി തുടങ്ങിയതാണ്. അതായത് കുറേ ജനങ്ങൾ ചേർന്ന് തുടങ്ങിയതാണ്. അവർ മായം ചേർത്ത ഭക്ഷണത്തിനെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളും എല്ലാം കേരളത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട്. ഈ സർക്കാരിൽ നിന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം സർക്കാരിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ്. പിന്നെ ഈ സിസ്റ്റം എല്ലാം റെഡിയാകും എന്ന് പറഞ്ഞ് നമ്മളെല്ലാം വീട്ടിലിരുന്നിട്ട് ഈ സിസ്റ്റം എല്ലാം റെഡിയാവട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് വാതിലടച്ച് അവിടെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ 10 വർഷമായി. ഇപ്പോൾ എന്താണ് സ്ഥിതി കേരളത്തിൽ? റോഡിലിറങ്ങിയാൽ പട്ടി കടിക്കും. റോഡിൻ്റെ നടുക്കുകൂടി പോയിട്ടുണ്ടെങ്കിൽ കുഴിയിൽ ചാടി മരിക്കും. റോഡിൻ്റെ സൈഡിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈൻ കമ്പിയിൽ ഷോക്ക് അടിച്ച് മരിക്കും. ഇനി ഹോസ്പിറ്റലിൽ പോയാലോ, ഹോസ്പിറ്റലിൽ ചെന്നാൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് മരിക്കും. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുന്നവർ ജനങ്ങളെ നോക്കി കൊഞ്ഞണം കുത്തുന്നു. അതുകൊണ്ട് ഈ ഓണം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആഘോഷിക്കുക. വെളിച്ചെണ്ണ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. നല്ല വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും, അതായത് ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള മാർക്കറ്റുകൾ, ജനങ്ങൾ ഉണ്ടാക്കിയ മാർക്കറ്റുകൾ, അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നിന്ന് മാത്രം ശുദ്ധമായ വെളിച്ചെണ്ണ വാങ്ങുക. അത് നിങ്ങൾ ഉറപ്പുവരുത്തുക മറ്റൊരു സ്ഥലത്തുനിന്നും ഇവിടെ വെളിച്ചെണ്ണ വരുന്നില്ല എന്ന്. അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് മാത്രമേ നിങ്ങൾ വെളിച്ചെണ്ണ വാങ്ങാമുള്ളൂ. ഇനിയും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ജനങ്ങൾ ഉണർന്നാൽ മാത്രമേ ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല വെളിച്ചെണ്ണ എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ അത് വാങ്ങി മാത്രം നിങ്ങളുടെ ഓണം സന്തോഷപൂർവ്വം ആഘോഷിക്കുക.
നിങ്ങൾ ആഘോഷത്തിനായി എന്തും വാങ്ങി നിങ്ങൾ കഴിക്കരുത്. ഇനി മായം ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവർക്ക് അസുഖം ഉണ്ടാകുന്നതും അതെല്ലാം കാണാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിലും ഒന്ന് സന്ദർശിക്കുക. അവിടെ കാണുന്ന കാഴ്ചകൾ, കരളലിയിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മാർക്കറ്റുകളിൽ, എല്ലാ മാർക്കറ്റിലും അവരത് വിൽക്കും. കാരണം അവർക്ക് ലാഭം കൂടുതലാണ്. അവിടെ ആണ് ഇതിൻ്റെ പ്രസക്തിയുള്ളത്. മാർക്കറ്റിൽ കിട്ടുന്ന മായം ചേർത്ത സാധനങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. അതിന് കാരണം അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. ഇനി ചെറുതു മുതൽ വലിയ സൂപ്പർ മാർക്കറ്റിൽ വരെയും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾ വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ സഹകരണ സംഘങ്ങൾ, അതായത് സഹകരണ സംഘങ്ങൾ നടത്തുന്ന, ബാങ്കുകൾ നടത്തുന്ന, ബ്ലേഡ് ബാങ്കുകളുണ്ടല്ലോ, നമ്മളുടെ സഹകരണ ബാങ്കുകൾ, അവരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെയും ഈ മായം ചേർത്ത വെളിച്ചെണ്ണ തന്നെയാണ്. പക്ഷേ ഈ തൃശ്ശൂരിൽ നിന്നും അമല ഹോസ്പിറ്റൽ കഴിഞ്ഞു പോകുന്ന അഡാർട്ട് സൊസൈറ്റി, അവിടെ മാത്രമാണ്, ഞാൻ അവിടെ നിന്ന് മാത്രമാണ് വെളിച്ചെണ്ണ ശുദ്ധമായത് മേടിച്ചിട്ടുള്ളതും, അല്ലെങ്കിൽ ഞങ്ങൾ തേങ്ങയാട്ടി ഉപയോഗിക്കുന്നു, ഇതുപോലെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വെളിച്ചെണ്ണകൾ വാങ്ങാൻ ശ്രമിക്കുക. അല്ലാതെ കേരളത്തിൽ ഒരു സ്ഥലത്തും എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് മായം ചേർത്ത വെളിച്ചെണ്ണയിൽ നിന്നും അകലം പാലിക്കുക. ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾ വാങ്ങരുത്. കേരാഫെഡിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അതും ഇവർ പുറത്തുനിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവരാനായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലും മായമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും വാങ്ങാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. ഇത് വർഗീസ് പെരുമ്പാവൂർ.